ഡോക്ടർ കണ്ടിട്ട് വരാം. ഡോക്ടറെ കാണാൻ വരുമായിരുന്നു. അഖില ഇപ്പോഴും നല്ല മയക്കത്തില്ല. ഇനി എന്താ ചെയ്യണ്ടേ? ആദ്യത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് ഒരു ടെൻഷൻ. അമൃതേച്ചിയാണെങ്കിൽ സ്ഥലത്തില്ലതാനും. എല്ലാം അന്വേഷിക്കാൻ ഞാനേ ഉള്ളൂ. അഖില പ്രഗ്നന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു സംശയം ഉണ്ടെന്നേ പറഞ്ഞോളൂ. അഖില പ്രഗ്നന്റ് അല്ല. അത് വലിയ കാര്യമാക്കണ്ട. എല്ലാത്തിനും ധാരാളം സമയമുണ്ടല്ലോ. എനിക്ക് അനക്കയോട് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. എന്താ ഡോക്ടർ? ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 മാസമായെന്നല്ലേ പറഞ്ഞത്? അതെ. അവർ തമ്മിൽ എങ്ങനെയാ? നല്ല സ്നേഹത്തിലാണോ? അതെ. ഡോക്ടർ എന്താ അങ്ങനെ ചോദിച്ചേ? ആകാശേട്ടനെ കാണാത്തോണ്ടാണോ? ആള് സ്ഥലത്തില്ല. ഇന്നും നാളെയോ വരും. ഏയ്, അതൊന്നുമല്ല കാര്യം. ഡോക്ടർ പറഞ്ഞോളൂ. അവര് തമ്മില് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാ ഇറ്റ്സ് ക്വൈറ്റ് അൺനാച്ചുറൽ. ഒന്നുകിൽ രണ്ടിലൊരാൾക്ക് ശാരീരിക പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ മാനസിക അടുപ്പമില്ല. മാനസിക അടുപ്പമുണ്ട് ഡോക്ടർ. ഞങ്ങൾ കാണുന്നതല്ലേ. അവര് നല്ല സ്നേഹത്തിലാ. ആകാശേട്ടൻ അഖിലെന്ന് പറഞ്ഞ ജീവന. അവൾക്ക് തിരിച്ചും. എന്തോ അതെനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാ. അവര് സാധാരണ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല ഇതുവരെ. എന്നാ ശരി. എന്റെ പ്രതീക്ഷകളൊക്കെ ആകെ തകർന്നു. ആന്റി, ഞാൻ ഇനി ജീവിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ലാതായി. അല്ലെങ്കിലും അർത്ഥം ഉണ്ടാവാൻ മാത്രം എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരുന്നോ ഈ ജീവിതത്തിൽ സുമേഷിന്? ലക്ഷ്യങ്ങളല്ല, ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ദിവ്യപ്രഭ ഗർഭിണിയാവുന്നു, വയറ് കാണാൻ ബന്ധുക്കളൊക്കെ വരുന്നു, വളക്കല്യാണം, നിറവയറ്, ലേബർ റൂമിന് പുറത്തുള്ള കാത്തിരിപ്പ്, കൊച്ചിന്റെ കരച്ചില്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ. പക്ഷെ ഒന്നും നടന്നില്ല. ഒന്നും നടക്കാത്തത് കൊണ്ടല്ലേ ഇതൊന്നും നടക്കാത്തത്. ശാന്തി മുഹൂർത്തത്തിന് നേരവും കാലവും ഒക്കെ നോക്കി. പക്ഷെ ദിവ്യപ്രഭ വാശി പിടിച്ച നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ നടക്കാന്നല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സുമേഷേ, ഇപ്പൊ എന്താ പ്രശ്നം? എനിക്ക് മുമ്പ് കുടുംബത്തിൽ ഒരു ഗർഭം ഉണ്ടാവാൻ പാടില്ല. ആദ്യത്തെ കുഞ്ഞ് എന്റെ ആവണം. അതിനിപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? മാഡത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാ. കലയാന്റിക്ക് പലതും ചെയ്യാൻ പറ്റും. എന്ത്? ദിവ്യ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ആകാശിന്റെ കുഞ്ഞ് ജനിക്കരുത്. അതെങ്ങനെ പറ്റും സുമേഷേ? ഓൾറെഡി അഖില ഗർഭിണിയല്ലേ? ഗർഭിണിയായതല്ലേ ഉള്ളൂ, ജനിച്ചില്ലല്ലോ. എന്താ ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ ഞാനും ഉദ്ദേശിക്കുന്നത്. ജനിക്കരുത്. അതിന് വഴി കാണാം സുമേഷേ. ആൺകുഞ്ഞ് വേണമെന്നും പറഞ്ഞ് എന്നെ കെട്ടിയവനെ ഒരു പൊട്ടനെ പോലെ പമ്പരം കറക്കിയ കഴിവ് എനിക്കുണ്ട്. അല്ല, പ്രസവിക്കാത്തത് കഴിവല്ല, കഴിവുകേടാ. നിന്ന് അഭിപ്രായം പറയാതെ കേറി പൊടിയാത്. ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും ഞാൻ. എന്നെ കൊന്നിട്ട് എന്താ കാര്യം? അല്ല, ദിവ്യപ്രഭക്ക് ദിവ്യഗർഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. എവള ഞാൻ ആയ കാലത്ത് അടിക്കടി 3 പ്രസവിച്ചതാ ഈ സിസിലി. ഡിസൂസൊക്കെ കർക്കടക മഴ ഒരു വീക്ക്നെസ് ആയിരുന്നു. ആകാശ് കൊള്ളാവുന്നൊരാണാ, നിന്നെ പോലെയൊന്നല്ല.
തൽക്കാലം സുമേഷ് സമാധാനമായിട്ട് പോ. ദിവ്യപ്രഭയെ പറഞ്ഞു മനസ്സിലാക്കിക്കലൊന്നും എന്റെ ജോലിയല്ല. മറിച്ച് പഞ്ചരത്നത്തിൽ ഒരു അനന്തരാവകാശി വരുന്നെങ്കിൽ അത് അമൃതയ്ക്ക് മഹേന്ദ്രനിൽ ജനിക്കുന്ന കുട്ടിയായിരിക്കണം. അതിനു മുൻപ് മറ്റൊരു ജന്മം ഉണ്ടാവില്ല.